നമ്മളിന്നൊരു കുഞ്ഞ് യാത്രയാണ് നടത്തുന്നത്. മാഹിയിലോട്ടാണ്. മാഹി ബീച്ചിലോട്ട് ഒന്ന് പോകണം, ബീച്ച് കാണണം, ഒന്ന് കറങ്ങി വന്നിട്ട് വേഗം വന്ന് ഒന്ന് ദം ബിരിയാണിയും കഴിക്കണം. അതാണ് ഇന്നത്തെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ മാഹി ബീച്ചിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. മുന്നിലായിട്ട് വലിയ പഴയ കൊളോണിയൽ ശൈലിയിലുള്ള വീടുകളും കെട്ടിടങ്ങളൊക്കെ കാണാം. ഇതെല്ലാം അടഞ്ഞു കിടക്കുന്നു കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പഴയ കെട്ടിടങ്ങളായതുകൊണ്ടാകണം ഇത് അടച്ചിട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ആ പഴയൊരു പ്രൗഢി അതങ്ങനെ ഉണർത്തുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് വേറെയും ഹോട്ടലുകളും പഴയ രീതിക്കുള്ള ആ ബ്രിട്ടീഷ് കൊളോണിയൽ രീതിക്കുള്ള ബിൽഡിങ്സ് ഒരുപാടുണ്ടായിരുന്നു. അപ്പം നടന്ന് കുറച്ച് മുന്നിലോട്ട് ചെന്നപ്പോഴാണ് നമ്മുടെ എൻട്രൻസ് കണ്ടത്. അവിടെ നിന്ന് നേരെ കയറിയിട്ട് ഒരു വലിയൊരു ഗോപുരം പോലെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഉള്ളിൽ കയറിയപ്പോൾ ഇതാണ് കാഴ്ച. ഫ്രണ്ടിൽ തന്നെ വലിയൊരു കനാല് പോലെ അഴിമുഖമാണ് കാണുന്നത് കേട്ടോ. ദൂരെയായിട്ട് കടൽ കാണാം. ഇത് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കുറേ വലിയൊരു പാലവും നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളവും, പിന്നെ അങ്ങോട്ട് ദൂരേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കടൽ ദൂരെ നീല കളറിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രിയൊക്കെ വരികയാണെങ്കിൽ അവിടെ ദൂരെ എന്തെങ്കിലും കപ്പൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഈ സൈഡിലായിട്ട് ഒരു അഴിമുഖമാണ്. പിന്നെ അതുകൂടാതെ തന്നെ നല്ലൊരു ബീച്ച് വൈബ് അവിടെ കാണാൻ പറ്റി. അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മളെന്തായാലും ബീച്ചിന് സൈഡിലൂടെ ഈ ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിലായിട്ട് ഒരു പാർക്ക് കണ്ടു. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പറ്റിയൊരു പാർക്കാണ്. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മത്സ്യബന്ധന ബോട്ടുകൾ ഇങ്ങനെ നിരയായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് കാണാം കേട്ടോ. ഞായറാഴ്ച ചെയ്തുകൊണ്ടായിരിക്കണം ഇവരെല്ലാം ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ ബീച്ചിൽ എന്തോ ഒരു പരിപാടി വരാൻ പോകുന്നുണ്ട് കേട്ടോ. സൈഡിലെല്ലാം ലൈറ്റ് തോരണങ്ങൾ ഇങ്ങനെ തൂക്കി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ദൂരെയായിട്ടൊരു കെട്ടിടം കാണാം. അങ്ങോട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതെന്തോ ടൂറിസം വകുപ്പിൻ്റെ എന്തോ ഒരു ബിൽഡിങ്ങാണ്. നമ്മളെന്തായാലും അതിൻ്റെ അരികത്തൂടെ തന്നെ ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ നടന്ന് മാക്സിമം നടക്കാൻ പറ്റുന്ന അത്രയും നടക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. ചൂടായത് കാരണം നമുക്ക് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ചൂടിൻ്റെ കാലാവസ്ഥയുടെ. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് നമ്മുടെ ഈ കടലിലെ തിരമാലകൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അധികം തിരമാലകളില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല ആഴമുള്ള ഒരു സ്ഥലമായിരിക്കണം കേട്ടോ. അതുകൊണ്ടായിരിക്കണം തിരമാല അധികം കാണാത്തത്. നല്ല പൗഡർ പോലെയുള്ള മണൽത്തരികളാണ് ഇവിടെയുള്ളത്. അതും നല്ല വെള്ള നിറത്തിലുള്ള മണൽത്തരികൾ. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചൂടുള്ള കാരണം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ അതിൽ കൂടെ നടക്കാം. പിന്നെ അങ്ങോട്ട് നോക്കണമെങ്കിൽ കുറേ മരങ്ങളുണ്ടായിരുന്നു. മരങ്ങളുടെ ചുവട്ടിൽ കുറേ കാമിതാക്കളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് കടലിലെ കാഴ്ചകൾ കാണാം. ഇവിടെ നിന്ന് ലൈറ്റ് ഹൗസ് എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഒരു കാലത്ത് പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ വന്നിരുന്ന ഒരു സ്ഥലമെന്ന് ഓർക്കണം. മയ്യഴി പുഴയുടെ തീരത്തുള്ള ഒരു സ്ഥലത്തെ അന്നവർ മയ്യഴി എന്ന് പറഞ്ഞൊരു സ്ഥലം നാമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് മാഹിയായി മാറി. അത് ഫ്രഞ്ച് നാവികർ വന്നതിന് ശേഷം അവർക്ക് പറയാൻ കിട്ടാതെ അത് മാഹിയായി മാറിയതാണ്. അതിനുശേഷം വന്ന ബ്രിട്ടീഷുകാർ അത് തിരുത്തിയില്ല, നമ്മളും അങ്ങനെ പിന്തുടർന്ന് പോകുന്നു കേട്ടോ. നമ്മുടെ മാഹി എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിൽ ഒരു ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. അതായത് കണ്ണൂരിനും കോഴിക്കോടിനും ഇടയ്ക്കുള്ള ഈ കുഞ്ഞു സ്ഥലം, അതായത് കേരളത്തിൽ ഉൾപ്പെട്ട ഈ കുഞ്ഞു സ്ഥലം യഥാർത്ഥത്തിൽ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഇവിടെ കേന്ദ്രഭരണ പ്രദേശമായിട്ട് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പെട്രോളിനും ഡീസലിനും അതുപോലെ മറ്റു എല്ലാ വാഹനങ്ങൾക്കും മദ്യത്തിനും എല്ലാത്തിനും വില കമ്മിയാണ്, വില മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് മാഹിയെക്കുറിച്ചുള്ള ചെറിയൊരു ലഘുലേഖനം. അപ്പോൾ ഇത്രയൊക്കെയാണ് മാഹി ബീച്ചിലെ കാഴ്ചകളുണ്ട്. ഏത് സമയത്തും ഇവിടെ ഒന്ന് സന്ദർശിക്കാം, പകലോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ. പക്ഷേ ഉച്ചനേരത്ത് വരുമ്പോൾ ഇതുപോലെ ഒരു കുട പിടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ഇവിടെ ഒരു മോണിമെൻറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു കെട്ടിടത്തിൻ്റെ മോണിമെൻ്റാണ് ഉള്ളത്. തൊട്ടടുത്തായിട്ട് പഴയ സ്വാതന്ത്ര്യ സമര കെട്ടിടങ്ങളെല്ലാം ഇപ്പോൾ പോലീസ് സ്റ്റേഷനായി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗസ്റ്റ് ഹൗസുകളെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിക്കായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ടടുത്താണ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മാഹി ബീച്ചിലെ കാഴ്ചകൾ കേട്ടോ. അവിടെ നിന്ന് നേരെ ഇറങ്ങി കുറച്ചുകൂടി നടന്നപ്പോൾ ഒരു ജീപ്പ് ഇങ്ങനെ പഴയൊരു ജീപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഒരു ബിരിയാണിയും കഴിച്ചിട്ട് നേരെ യാത്ര തുടരുകയാണ് ഞങ്ങൾ. അപ്പോൾ മാഹി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മാഹി വന്ന് തീർച്ചയായും ടേസ്റ്റിൻ്റെ ബിരിയാണിയും ഈ ചമ്മന്തി പോലെയുള്ള ഈ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സീ ദെൻ, ബൈ ബൈ.